ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് സബ് ജില്ലാ കലോത്സവം നടക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പോവാണ്. ഈ സ്കൂളിലാണ് ഞാൻ +1 + 2 പഠിച്ചിരുന്നത്. ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീടിൻ്റെ അടുത്താണ് കേട്ടോ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇത്രയും അടുത്ത് ഉണ്ടായിട്ട് ഒരു ദിവസമെങ്കിലും കാണാൻ പോവാതിരിക്കണ ഒരു മോശമല്ലേ. അപ്പോൾ കാണാനും നല്ല ഇഷ്ടമാണ്, പക്ഷേ കുഞ്ഞുള്ള കാരണം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കുറച്ച് സമയമെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണീനെ ഉറക്കി കിടത്തിയിട്ട് വന്നതാണ്. ഞാനും അമ്മയും കൂടിയാണ് കാണാൻ വേണ്ടി വന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെളിയംകുടി എന്നാണ് സ്കൂളിൻ്റെ പേര്. ഞാൻ പഠിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ സ്കൂള്, ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇവിടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഞാൻ തീരെ സ്കൂളിൻ്റെ അവിടേക്ക് പോയി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ 2 നേരം അക്ഷയതിനെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോണതൊക്കെ. എന്നാലും ഇതുവരെ സ്കൂളിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഒന്ന് കാണുന്നത്. നോക്കുമ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഞാൻ ആ പഠിച്ച സ്കൂളേ അല്ല, കാണുമ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. ഈ തിരക്കും ബഹളവും, പിന്നെ ഉണ്ണി ഇവിടെ ഉറങ്ങല്ലേ, നീറ്റ കരയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ ഇനി ഒരു ദിവസം വേണം സ്കൂളായിട്ടൊന്ന് കാണാൻ വേണ്ടി, സമാധാനത്തിൽ കാണാൻ വേണ്ടി ഒന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ആദ്യം പോയൊക്കെ സ്റ്റേജിൽ എന്തൊരു ഡാൻസ് ആയിരുന്നു, മലപ്പുലയാട്ടം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 2 കോല് വെച്ചിട്ടുള്ള കളിയാണ്, പാട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളി കാണുന്നത്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇറങ്ങിയുള്ളത് അത്ര. ഈ ആദിവാസികളുടെ ഒരു ഡാൻസാണെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് കണ്ടു. കഴിഞ്ഞിട്ട് വേറെ സ്റ്റേജിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഇതൊരു നാടകം കണ്ടു. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതത്തെ പറ്റി പറയുന്ന പോലത്തെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാര്യമായിട്ട് ഒന്നുമില്ല, പിന്നെ ഈ കഥാപ്രസംഗം അങ്ങനത്തെ സംഭവമൊക്കെ. എനിക്ക് ഈ ഡാൻസിനോടൊക്കെയാണ് താല്പര്യം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആദ്യം കണ്ട സ്റ്റേജിൻ്റെ അവിടേക്ക് തന്നെ വന്ന്, ഇവിടെയാണ് ഈ ഡാൻസെങ്കിലും ഉള്ളൂ, അപ്പോൾ ഇതെങ്കിലും കുറച്ച് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ആദിവാസിക്കാരുടെ കളിയാണ് എന്ന്. അത് ഈ കളീനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഈ കളി ഫുള്ളും കണ്ടപ്പോഴേക്കും വിളി വന്നു, ഉണ്ണി കരയേണ്ടി വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നിർത്തിയിട്ട് പോന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.